കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ഫലപ്രദമായ ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്ന് കോട്ടയം നിയുക്ത എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്. വാർഷിക ബജറ്റിൽ നെല്ല് സംഭരണത്തിനുള്ള തുക വകയിരുത്തുകയോ അല്ലാത്തപക്ഷം സഹകരണ സംഘങ്ങളുടെ സഹായത്താൽ കർഷകർക്ക് തുക നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയോ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച ശേഷം കൃത്യമായി പണം നൽകാത്തത് ദൗർഭാഗ്യകരമാണെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. സഹകരണ മേഖലയിൽ നിക്ഷേപമായി ലഭിച്ച 32,000 കോടി രൂപയോളമുണ്ട്. ഇതിൽ നിന്നും നെല്ല് സംഭരണത്തിനുള്ള തുക കണ്ടെത്താൻ സർക്കാരിന് കഴിയണം. അല്ലാത്തപക്ഷം വാർഷിക ബജറ്റിൽ നെല്ല് സംഭരണത്തിനുള്ള തുക വകയിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫലപ്രദമായ ഒരു നടപടിയും ഈ നെൽകർഷകരുടെ പ്രശ്നത്തിൽ പരിഹാരം കാണാനായിട്ട് ഇതുവരെ ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. നെല്ല് സംഭരിച്ച് കുത്തി അരിയാക്കി അത് സപ്ലൈകോയുടെ സംവിധാനം വഴി വിതരണം ചെയ്താലും കർഷകർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കില്ല എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതി. സഹകരണ മേഖലയിൽ ഏതാണ്ട് 30,000 കോടി രൂപ വെറുതെ കിടക്കുക. നിക്ഷേപം അത് ലോൺ കൊടുക്കാതെ വായ്പ കൊടുക്കാതെ 30,000 കോടി രൂപ നിക്ഷേപമായി ലഭിച്ചത് വെറുതെ കിടക്കുക. ഇവിടുത്തെ ഉൽപ്പാദനം ആകെയുള്ള ഉൽപ്പാദനം മൊത്തം സംഭരിക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 6 ലക്ഷം ടണ്ണിനടുത്താണ് ഇവിടെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് സംഭരിക്കാൻ ആകെപ്പാടെ വേണ്ടി വരുന്ന 1,600 കോടി രൂപയിൽ താഴെയാണ്. 30,000 കോടി രൂപ വെറുതെ ഇരിക്കുമ്പോൾ ഈ 1,600 കോടി രൂപ കൃത്യമായി കൊടുക്കാൻ എന്താണ് സർക്കാരിന് ബുദ്ധിമുട്ട്? സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് സഹകരണ മേഖല. ജില്ലകളിലെ സഹകരണ ബാങ്കുകളിലെ ഒരു സംവിധാനത്തിലൂടെ കൃത്യമായി കർഷകർക്ക് പണം കൊടുത്താൽ അത് സഹകരണ ബാങ്കുകൾക്കും നല്ലതാണ്, കർഷകർക്കും നല്ലതാണ്. ഇത്രയും ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എങ്കിൽ പിന്നെ എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അതല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യണം, വാർഷിക ബജറ്റിൽ ഇതിനു വേണ്ട ഒരു പ്രൊവിഷൻ 1,500 കോടി രൂപ നെല്ല് സംഭരിക്കാൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ 2 സീസണിലായിട്ടാണ് സംഭരണം നടക്കുന്നത്, അതിനെത്ര വേണ്ടി വരും എന്നുള്ളത് കൃത്യമായി കണക്കാക്കി അത് ബജറ്റിൽ അതിനുള്ള വിഹിതം മാറ്റിവെക്കണം. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകരെ അണിനിരത്തി കേരള കോൺഗ്രസ് സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കേരള കോൺഗ്രസ് നേതാവ് ചമ്പക്കുളം സ്വദേശി CT തോമസ് കാച്ചാങ്കോടത്തിന്റെ പിതാവിന്റെ നിര്യാണ വാർത്തയറിഞ്ഞ് CTയുടെ ഭവനം സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു നിയുക്ത MP ഫ്രാൻസിസ് ജോർജ് KCV ന്യൂസിനോട് പ്രതികരിച്ചത്. പാർട്ടി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം പൊതുസമൂഹം ഒന്നാകെ ഏറ്റെടുക്കണമെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. പൂർത്തിയായ പകൽ വീടുകൾ പൂർണ്ണ സജ്ജമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്ന് പ്രസിഡന്റ് നിർദ്ദേശിച്ചു. മുതിർന്ന പൗരന്മാരെ അതിക്രമങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള ചുമതല പൊതുസമൂഹം ഒന്നാകെ ഏറ്റെടുക്കേണ്ടതുണ്ടെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞത്. ആലപ്പുഴ ജില്ലയിൽ 34 പകൽ വീടുകൾ വയോജനങ്ങൾക്കായി നിർമ്മിച്ചിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കിയ പല പകൽ വീടുകളും പ്രവർത്തിക്കാത്ത സാഹചര്യം നിലവിലുണ്ട്. ഇത് ശരിയായ നടപടിയല്ല. വയോജനങ്ങൾക്കായുള്ള പകൽ വീട്ടിലേക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പഞ്ചായത്തും ഇതിന് ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു KG രാജേശ്വരി. ചിന്തിക്കുകയും അവർക്ക് ആവശ്യമായുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഏകദേശം 34ഓളം പകൽ വീടുകളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പകൽ വീടുകൾ എണ്ണം അത്രത്തോളം വേണമോ, പകൽ വീടുകൾ വേണമോ എന്ന് അടക്കം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വൃദ്ധരായവരെ കൊണ്ടുവന്ന് പകൽ വീടുകളിൽ തള്ളലല്ലോ വേണ്ടത്, അവരെ കൃത്യമായിട്ട് വീടുകളിൽ തന്നെ പരിപാലിക്കപ്പെടേണ്ടവരാണ്. പക്ഷേ നമ്മുടെ ഒരു അണുകുടുംബങ്ങളായി മാറുന്നതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലുള്ളവർക്ക് അത്യാവശ്യം ജോലിക്ക് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വൃദ്ധരായ മാതാപിതാക്കളെ പകൽ വീടുകളിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരെ വലിച്ചെറിയുന്ന സാമൂഹ്യ വ്യവസ്ഥയോട് നമുക്ക് യോജിച്ചു പോകാൻ പറ്റില്ല. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ചേർത്തല KSRTC ബസ് സ്റ്റേഷനിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ബോധവൽക്കരണ വാഹന കലാജാഥയുടെ ഫ്ളാഗ് ഓഫ് ADM വിനോദ് രാജ് നിർവഹിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AO അബീൻ, ചേർത്തല നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ G രഞ്ജിത്ത്, വാർഡ് കൗൺസിലർ A അജി, ജില്ലാ വയോജന കൗൺസിൽ അംഗം B ശ്രീലത, KSRTC ഡിപ്പോ എഞ്ചിനീയർ വിനോദ് ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾക്കെതിരായി നിരന്തരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ജമാഅത്ത് കൗൺസിൽ ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് പ്രതിഷേധം അറിയിച്ചത്. കേരളത്തിലെ
മാനവ സൗഹാർദ്ദത്തിനും മനുഷ്യൻ്റെ സാമൂഹികമായ നന്മയ്ക്കും അങ്ങ് അയിത്തങ്ങളിലൂടെ മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്കുള്ള യാത്രയ്ക്കുമായി രൂപീകൃതമായ മഹത്തായ ശ്രീനാരായണ പ്രസ്ഥാനം SNDP യോഗം, അതിൻ്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ മുസ്ലിം സമുദായത്തെ വളരെയേറെ കോർണർ ചെയ്തുകൊണ്ടുള്ള പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും ആ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതോടുകൂടി തീർന്നു എന്നാണ് ഞങ്ങളിൽപ്പെട്ടവരൊക്കെ കരുതിയത്, അല്ലെങ്കിൽ പൊതുസമൂഹം കരുതിയത്. പക്ഷേ എവിടെയൊക്കെ ഒരു ശാഖായോഗത്തിൻ്റെയോ ഒരു യൂണിയൻ്റെയോ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകരുടെയോ മുന്നിലേക്ക് വരുമ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും ഈ പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വളരെ പർപ്പസ്ഫുള്ളായി പറയുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ ഒരു തിരിച്ചടി, അത് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ചതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ആ മുന്നണിക്കും ഏറ്റ ആഘാതമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇടതുമുന്നണിയുടെ പരാജയത്തിന് കാരണം സർക്കാരിന്റെ മുസ്ലിം പ്രീണനമാണെന്നുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിരന്തരമായ പ്രസ്താവനകൾ നിരുത്തരവാദിത്വപരവും സത്യവിരുദ്ധവുമാണെന്ന് ജമാഅത്ത് കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു. സാമൂഹിക നീതിക്കും മാനവികതയ്ക്കും മനുഷ്യ സൗഹാർദ്ദത്തിനുമായി രൂപീകൃതമായ SNDP യോഗത്തെ വർഗീയ പ്രസ്ഥാനമാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ അതിന്റെ നേതൃത്വം നടത്തുന്നത് എന്നത് ഖേദകരമാണെന്നും അവർ പറഞ്ഞു. ഈഴവ സമൂഹത്തിന്റെ വോട്ട് BJPക്ക് കൂടുതലായി ലഭിച്ചു എന്നതിനാൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി തനിക്കെതിരെ ഉണ്ടാകുമെന്ന ഭയപ്പാടാണ് വെള്ളാപ്പള്ളി മുസ്ലിം സമൂഹത്തിനെതിരെ തിരിയാൻ കാരണമെന്നും അവർ കുറ്റപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കമാൽ M. മാക്കിയിൽ, സംസ്ഥാന ട്രഷറർ CI പരീദ്, സീനിയർ വൈസ് പ്രസിഡന്റ് മാവൂടി മുഹമ്മദ് ഹാജി, ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി സലാം ചാത്തനാട്, സിറാജുദ്ദീൻ ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി തൃക്കൊടുത്താനത്ത് ചെമ്പുംപുറം പാറക്കുളത്തിൽ ചൂണ്ടയിടാനെത്തിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. പൊൻപുഴക്കുന്നിൽ താമസിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദർശ്, 6ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് എന്നിവരാണ് മരിച്ചത്. നാല് പേരായിരുന്നോ അവരുണ്ടായിരുന്നു? 2 പേര് അവിടെ നിന്ന് പിള്ളേരെ വിളിച്ചുകൊണ്ടെങ്കിൽ പോകുന്ന, മറ്റേ കൊച്ചുങ്ങൾ കാല് കഴുകാൻ ഇറങ്ങിയതാണ്. തെന്നി വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ചുങ്ങൾ കിടന്ന് അലറിന കണ്ടുകൊണ്ട് ഞാൻ ഒരു മനുഷ്യരെ വിളിക്കാൻ നമുക്ക് നാക്ക് പോകുന്നില്ല. പിന്നെ ഞാൻ എളുപ്പം അപ്പുറത്തെ കൊച്ചനെ വിളിച്ചു. പിന്നെ അപ്പുറത്തുള്ള വേറെ അബു ഇല്ലേ, അബുവിൻ്റെ അനിയൻ അച്ചു, അവനും കൂടെ വന്ന് ചാടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു താഴോട്ടാണ് പോയിക്കുന്നു, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെമ്പറിനെ വിളിച്ചു. ചൂണ്ടയിടുന്നതിനിടെ ഒരാൾ കാൽ വഴുതി വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ട് ഒപ്പമുള്ള ആൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 പേരും മുങ്ങിത്താഴുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതോടെ പോലീസും അഗ്നിരക്ഷാസേനയും എത്തി നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ചങ്ങനാശ്ശേരി നഗരസഭയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി അത്യാധുനിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ അധ്യക്ഷ ബീന ജോബി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ₹10 ലക്ഷം ചെലവഴിച്ചാണ് നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കും ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ഓടകളിലെ തടസ്സങ്ങൾ കണ്ടെത്തുവാൻ 2 എൻഡോസ്കോപ്പിക് ക്യാമറകളും ഈ ഉപകരണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 മീറ്റർ അകലെ വരെയുള്ള തടസ്സങ്ങൾ ഈ ക്യാമറയിലൂടെ കണ്ടെത്തുവാൻ കഴിയും. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KM നിജിയ, അഡ്വക്കേറ്റ് മധുരാജ്, കൗൺസിലർമാരായ രാജു ചാക്കോ, സന്തോഷ് ആന്റണി, മോളമ്മ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി താലൂക്കിലെ വാഴപ്പള്ളി ഈസ്റ്റ്, വെസ്റ്റ് എന്നീ വില്ലേജുകളിലെ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് വിഷയാവതരണ ക്ലാസുകൾ നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബിയുടെ അധ്യക്ഷതയിലായിരുന്നു സെമിനാർ. നമുക്ക് ഓഫീസുകൾ കയറി ഇറങ്ങാതെ നമുക്ക് വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ അറിയാനും നമുക്ക് പേയ്മെൻറ്റുകൾ നടത്താനും എല്ലാ സേവനങ്ങളും ഡിജിറ്റലായിട്ട് നമുക്ക് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഡിജിറ്റൽ സർവേ ഇവിടെ നടത്തുന്നത്. അപ്പോൾ എൻ്റെ ഭൂമി എന്ന പോർട്ടലിലേക്ക് ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സർവേ നടത്തുന്നതിനുമൊക്കെയാണ് ഈ ഒരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. വില്ലേജുകളിലെ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായിട്ടും സമ്പൂർണ്ണ ജനപങ്കാളിത്തത്തോടെ ഫീൽഡ് സർവേ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുമായിരുന്നു നഗരസഭാ ഹാളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചത്. പഴയ വീട്, അപ്പോൾ അത് പുതിയ വീട് വെച്ച് മാറി. അപ്പോൾ ആ പഴയ വീട്ടിലാണ്, അത് MC റോഡിനോട് ചേർന്ന് തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെയാണ്. അവിടെയാണ്
ഇവിടെ നമ്മൾ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല കാണത്തക്ക വിധത്തിൽ വ്യക്തമായി കാണാനും വരാനും പറ്റുന്ന സൗകര്യമുള്ള സ്ഥലത്താണ് ഇതെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്ക് ഈ കൗൺസിലർമാർക്കോ അല്ലെങ്കിൽ വാർഡ് മെമ്പർമാർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിലോ ഈ ഓഫീസിൽ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയും എന്തായാലും എപ്പോഴും ആളുണ്ട്. കോട്ടയം റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ എസ് വിനോദ്, ജില്ലാ IEC സബ് നോഡൽ ഓഫീസർ പ്രിൻസ് തോമസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വില്ലേജ് ഇപ്പം ചങ്ങനാശ്ശേരി ഈ നഗരസഭയുടെ കീഴിൽ വരുന്ന വാഴപ്പള്ളി ഈസ്റ്റ് വെസ്റ്റ് അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി ഈ 3 വില്ലേജും നമ്മൾ ഈ 2ാം ഘട്ടത്തിൽ എടുത്തു കഴിഞ്ഞു. ആദ്യ ഘട്ടം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ 100 വില്ലേജ് ഉള്ളതിൽ വൈക്കം താലൂക്കിൽ 9 വില്ലേജായിരുന്നു നമ്മൾ എടുത്തത്. ഒരു വർഷം കൊണ്ട് ആ 9 വില്ലേജുകളും ഡിജിറ്റലായി സർവേ ചെയ്ത് റെക്കോർഡ് ഫൈനലൈസ് ചെയ്യുന്ന ഘട്ടത്തിലാണ്. ആലപ്പുഴ UITയിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സന്നദ്ധ രക്തദാന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സന്നദ്ധ രക്തദാന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ സഹകരണത്തോടെ ജൂൺ 14 ലോക രക്തദാന ദിനത്തിലായിരുന്നു പരിപാടി. ആലപ്പുഴ UIT സെമിനാർ ഹാളിൽ വെള്ളിയാഴ്ച രാവിലെ 10:30 ആരംഭിച്ച ബോധവൽക്കരണ സെമിനാർ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മറ്റൊന്നും ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കാണുന്നതിൽ ഇത്രയുള്ള ഈ മനുഷ്യരാശിയുടെ പ്രയാണങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാധനമായിട്ട് വീണ്ടും ബ്ലഡ് നിലനിൽക്കുകയാണ്. അതിൻ്റെ നിഗൂഢതയിലേക്ക് പോകാൻ നമുക്ക് ഇതിന് സാധിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം മനുഷ്യരാശി ഇന്ന് ചൊവ്വായി പോകാൻ മറ്റേ മോഡിൽ മനുഷ്യരെ ലാൻഡ് ചെയ്യുന്ന കേരളം ഇന്ത്യക്ക് ഉൾപ്പെടെ രാജ്യങ്ങളിൽ പറ്റി മനുഷ്യരെ ഉൾപ്പെടെ ലാൻഡ് ചെയ്യുക കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തരുണത്തിൽ നമുക്ക് ഇതിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ചെറിയ വിശ്വവിദ്യാലയത്തിൽ ഒരു നിഗൂഢമായിട്ട് സാധനമാണ് ബ്ലഡ്. ഇപ്പോൾ ബ്ലഡിനെ സംബന്ധിച്ചോളം നമുക്ക് ദൈവം നമുക്ക് വേണ്ടി തന്ന നേച്ചർ നമുക്ക് വേണ്ടി തന്ന ഒരു ഏറ്റവും വലിയ മഹനീയമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ രക്തദാനം മഹാദാനം നേരത്തെ നമുക്ക് സൂചിപ്പിക്കുകയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിക്കുന്ന സംവിധാനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെയേറെ കാര്യങ്ങൾ ആലപ്പുഴയെ സംബന്ധിച്ചോളം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ചില UIT പ്രിൻസിപ്പൽ ഡോക്ടർ TR അനിൽകുമാർ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനായി. രക്തദാന സമിതി സംസ്ഥാന പ്രസിഡന്റ് M മുഹമ്മദ് കോയ മുഖ്യപ്രഭാഷണവും ഡോക്ടർ KS അനീഷ് രക്തദാന സന്ദേശവും നൽകി. രക്തദാന സമിതി സംസ്ഥാന ഭാരവാഹികളായ ജേക്കബ് ജോൺ, TM കുര്യൻ, കോമളദാസ്, VJ ബാഹുലേയൻ, ജോപ്പൻ ജോയ് വരിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം ബ്ലൂ പ്രിന്റ് ട്രെയിനർ തോമസ് സെമിനാറിന് നേതൃത്വം നൽകി. കാറിനുള്ളിൽ കുളം സൃഷ്ടിച്ച സഞ്ജു ടെക്കിയുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് ആജീവനാന്തം റദ്ദു ചെയ്തു. കഴിഞ്ഞ മാസം 17-നായിരുന്നു ആലപ്പുഴയിൽ കേസിനാസ്പദമായ സംഭവം നടന്നത്. സഞ്ജുവിന്റെ വാഹനത്തിന്റെ രജിസ്ട്രേഷനും വിവാദ സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന സൂര്യനാരായണന്റെ ലൈസൻസും 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതായും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് RTO രമണൻ പറഞ്ഞു. പരിശോധിച്ചതിൽ നിന്ന് മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ നടത്തി ഇത്തരം ബ്ലോഗർമാർ നടപടി ഉണ്ടാവാതിരിക്കുക, ഇതുപോലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രീ സജു TSന്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രീ സജു TSന് കഴിയില്ല. മോട്ടോർ വാഹന നിയമം അനുസരിച്ച് സസ്പെൻഷൻ ആയാലും ലൈസൻസ് റദ്ദാക്കിയതായാലും അപ്പീലിനുള്ള പ്രൊവിഷനുണ്ട്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തിരുവനന്തപുരം അദ്ദേഹത്തിന് അപ്പീൽ 30 ദിവസത്തിനുള്ളിൽ നൽകാവുന്നതാണ്. കർശന നടപടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷയാണ് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു. സൂര്യനാരായണന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഷനാണ്, അത് 1 വർഷത്തേക്ക്. കഴിഞ്ഞ മാസം 17-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തൻ്റെ കാറിൻ്റെ മധ്യഭാഗത്തെ സീറ്റ് മടക്കി അവിടെ പടുതയിട്ട ശേഷം ഇതിൽ വെള്ളം നിറച്ച് സ്വിമ്മിംഗ് പൂളാക്കി മാറ്റി കാർ ഓടിക്കുകയായിരുന്നു സഞ്ജു. അപകടകരമായ ഈ യാത്രക്കിടയിൽ വാഹനത്തിലെ എയർബാഗ് പൊട്ടി പടുതയിലെ വെള്ളം പുറത്തേക്ക് ഒഴുകിയതിൻ്റെ ദൃശ്യങ്ങൾ ഗതാഗത കമ്മീഷണർക്ക് ലഭിച്ചതോടെയാണ് സംഭവം വിവാദമായത്. പിന്നീട് 22-ന് വാഹനം പിടികൂടി. വിവാദമായ വീഡിയോ ദൃശ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയും സ്വമേധയാ കേസെടുത്തിരുന്നു. മാവേലിക്കരയിൽ നിന്നും മാന്നാറിലേക്കുള്ള യാത്രാമധ്യേ സ്വകാര്യ ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണ യുവതിക്ക് രക്ഷകരായി ബസ് ജീവനക്കാർ. കായംകുളം തിരുവല്ല റൂട്ടിൽ സർവീസ് നടത്തുന്ന മുഴങ്ങോടിയിൽ ബസ്സിലെ ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടലാണ് പാണ്ടനാട് സ്വദേശിനിയായ യുവതിയുടെ ജീവൻ രക്ഷിച്ചത്. ബസ്സിലെ ജീവനക്കാരായ വിഷ്ണു, രഞ്ജിത്ത് എന്നിവരുടെ സമയോചിതമായ ഇടപെടലും സഹയാത്രികരുടെ സഹകരണവുമാണ് പാണ്ടനാട് സ്വദേശിനിയായ യുവതിയുടെ ജീവൻ രക്ഷിച്ചത്. മാവേലിക്കരയിൽ നിന്നും ബസ്സിൽ കയറിയ യുവതി മാന്നാർ കോയിക്കൽ ജംഗ്ഷനിലെത്തിയപ്പോൾ ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇത് കണ്ട സഹയാത്രക്കാർ CPR ഉൾപ്പെടെയുള്ള പ്രാഥമിക ശുശ്രൂഷകൾ നൽകി.
തുടർന്ന് ഡ്രൈവർ വിഷ്ണു കുഴഞ്ഞുവീണ യുവതിയുമായി പരുമല സെന്റ് ഗ്രിഗോറിയസ് ആശുപത്രിയിൽ ബസ് എത്തിക്കുകയായിരുന്നു. ബസ് വരുന്നത് കണ്ട പരുമല ആശുപത്രി ജംഗ്ഷനിലെ ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരും സഹായവുമായി എത്തി. വേഗത്തിൽ തന്നെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചതിനാലാണ് ജീവൻ രക്ഷിക്കാനായത്. മാന്നാർ പരുമലക്കടവ് കടപ്പുറമടം റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി SDPI മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റി. അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ റോഡിൽ വാഴ നട്ടു. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം നേരിടുന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ താൽക്കാലിക പരിഹാരമെങ്കിലും കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അധികാരികൾക്ക് ഇതിന് സാധിച്ചില്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ജനകീയ പങ്കാളിത്തത്തോടെ ശാശ്വത പരിഹാരം കാണുമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് SDPI മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അനീസ് നാഥൻ പറമ്പിൽ പറഞ്ഞു. കാലങ്ങളായി ഈ റോഡ് വളരെയധികം ശോചനീയാവസ്ഥയിലാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ കുണ്ടും കുഴിയുമായി നിരവധി വാഹനങ്ങളും ജനങ്ങളും പോകുന്ന ഈ റോഡിലൂടെ സഞ്ചാരിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിലാണ് ഈ റോഡ് കിടക്കുന്നത്. ഇതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് കാലങ്ങളായുള്ള മുറവിളി കാണാതെ അധികാരികൾ അതിന് നേരെ കണ്ണടയ്ക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ റോഡിന് ടെൻഡർ വിളിക്കുകയും ഫണ്ട് പാസ്സാവുകയും ചെയ്തെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും കരാർ ഏറ്റെടുക്കാനോ അതല്ല പണി പൂർത്തീകരിക്കാനോ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകാത്ത അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. ഇത് 3-ാം വാർഡിനെയും 5-ാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണെങ്കിൽ കൂടി ഈ 2 വാർഡിനും ഇടതും വലതും മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്ത ഒരവസ്ഥയിലാണ് നാം നിലകൊള്ളുന്നത്. പ്രതിഷേധ പരിപാടിയിൽ SDPI ഭാരവാഹികളായ ഷാനവാസ് മാന്നാർ, റഹീം ചാപ്രായിൽ, കൃഷ്ണകുമാർ, ഷിഹാബ് ഇരമത്തൂർ, നിസാം, സഫർ, ഷഫീഖ്, നിസാമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാന്നാറിലെ വെങ്കലപാത്ര നിർമ്മാണശാല സന്ദർശിച്ച് നിർമ്മാണ ഘട്ടങ്ങൾ മനസ്സിലാക്കി വിദ്യാർത്ഥികൾ. മാന്നാർ സിറിയൻ MD LP സ്കൂളിലെ കുട്ടികളാണ് അധ്യാപകർക്കൊപ്പം നാടിന്റെ പെരുമ തേടിയെത്തിയത്. വെങ്കലപാത്ര വ്യവസായത്തിന് പേരുകേട്ട നാടാണ് മാന്നാർ. പാത്രനിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായി വിദ്യാലയങ്ങളിൽ നിന്നും പഠനയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായാണ് മാന്നാർ സിറിയൻ MD LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും വെങ്കലപാത്ര നിർമ്മാണശാലയിലെത്തിയത്. വെങ്കലപാത്രങ്ങളുടെയും പ്രതിമകളുടെയും നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങളും അതിനു പിന്നിലുള്ള മനുഷ്യ അധ്വാനത്തെക്കുറിച്ചും മാന്നാറിലെ വ്യാപാരിയായ സജി കുട്ടപ്പൻ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. നമ്മുടെ ഇവിടുത്തെ മാന്നാറിൽ പശപശപ്പുള്ള മണ്ണുള്ളത് കൊണ്ടാണ് കൂടുതൽ പാത്ര നിർമ്മാണം ഇവിടെ നടക്കുന്നത് കേട്ടോ. മാന്നാറത്തെ മണ്ണിന് പ്രത്യേക പശപശപ്പുള്ളത് കൊണ്ടാണ് മാന്നാർ കേന്ദ്രീകരിച്ച് ഈ നിർമ്മാണം നടക്കുന്നത്. ഓട്ടുപാത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറക്കാനാവാത്ത അനുഭവമായി മാറി. ഓട്ടുപാത്ര വ്യവസായത്തിൽ പ്രസിദ്ധിയാർജിച്ച മാന്നാറിന്റെ പെരുമ കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും അതിന്റെ നിർമ്മാണ ഘട്ടങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം അതിന്റെ പിന്നിലുള്ള അധ്വാനത്തിന്റെ ശ്രേഷ്ഠത കൂടി വരും തലമുറയെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മാന്നാറിന്റെ പെരുമ തേടി എന്ന ഈ പഠനയാത്ര സംഘടിപ്പിച്ചത്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് മറിയം ജി, PTA പ്രസിഡന്റ് വിപിൻ വി നാഥ്, അധ്യാപകരായ ഫാത്തിമ, സുമയ്യ എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. പഴയ നിയമവും പുതിയ നിയമവും ഉൾപ്പെടുന്ന സമ്പൂർണ്ണ ബൈബിൾ സ്വന്തം കൈപ്പടയിൽ എഴുതി 81-കാരൻ. ചങ്ങനാശ്ശേരി വേരൂർ ഇടവാംഗം അൽഫോൻസ നഗർ കളത്തിൽ KM ചാക്കോയാണ് പ്രായത്തിന്റെ പരിമിതികളെ മറികടന്ന് ബൈബിൾ പൂർണ്ണമായും പകർത്തിയെഴുതിയത്. വിശുദ്ധ വേദപുസ്തകം പൂർണ്ണമായും കൈകൊണ്ട് പകർത്തിയെഴുതാൻ KM ചാക്കോയ്ക്ക് പ്രായം ഒരു തടസ്സമായില്ല. 79-ാം വയസ്സിലാണ് എഴുത്താരംഭിച്ചത്. പ്രായത്തിൻ്റെ പരിമിതികളെ മറികടന്ന ചാക്കോ 2.5 വർഷം കൊണ്ട് ബൈബിൾ മുഴുവനായും പകർത്തിയെഴുതി. യഥാർത്ഥ ബൈബിൾ പോലെ തന്നെ എല്ലാ പ്രത്യേകതകളോടും കൂടിയാണ് ചാക്കോ ബൈബിൾ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയിരിക്കുന്നത്. പുതിയ നിയമമാണ് ആദ്യം എഴുതിയത്. അന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്ന സമയമായിരുന്നു. എന്നാൽ ദൈവവുമായി ചേർന്നിരിക്കുക എന്ന വലിയ ആഗ്രഹത്തിൽ ബൈബിൾ എഴുതുവാൻ ആരംഭിച്ചതോടെ പുതിയ ഉണർവ് ലഭിച്ചതായി ചാക്കോ സാക്ഷ്യപ്പെടുത്തുന്നു. ഓരോ നിമിഷവും കൂടുതൽ എഴുതുവാനുള്ള ഊർജവും ആവേശവുമായിരുന്നു പിന്നീട് മുന്നോട്ട് നയിച്ചത്. ബൈബിൾ എഴുത്തിൽ ഒരിക്കൽ പോലും മടുപ്പോ ക്ഷീണമോ തോന്നിയിട്ടില്ലെന്ന് ചാക്കോ പറഞ്ഞു. ആദ്യത്തെ 1 വർഷം കൊണ്ട് പുതിയ നിയമം ആദ്യം എഴുതി, അത് പൂർത്തിയായി. ഒരു പക്ഷേ ബാക്കിയൂടെ എഴുതാൻ നേരം കിട്ടുകയല്ലോ എന്ന് വിചാരിച്ച് അത് ബൈൻഡ് ചെയ്തു. അത് അങ്ങനെ കാണണമെന്ന് ആഗ്രഹമുള്ളതാണ്. അതിനുശേഷം പിന്നെ പഴയ നിയമം കുറേ കൂടെ ഭംഗിയായിട്ട് എഴുതി ഈ ദിവസം പൂർത്തിയാക്കി. സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി, സ്തുതി, ആരാധന. മറ്റേ ബൈബിൾ നോക്കിയാണോ? അതെ, നോക്കി അതേപോലെ അത് നൂർത്ത് വെച്ച് അതുപോലെ ഇരുന്ന് എഴുതും.
അതെ അതെ, ഒരക്ഷരം വിടാതെ. പേജിൻ്റേത് മാറുമെന്നേ ഉള്ളൂ. പേജിലെ കണ്ടൻസ് അങ്ങോട്ട് ഓവർലാപ്പ് ചെയ്ത് വരും. കാരണം അതിലെ ഒരു പേജ് എന്ന് പറയുമ്പോൾ ഇതിലെ 1.5 പേജൊക്കെ കാണും. പഴയ നിയമത്തിലെ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള 66 പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ മത്തായി എഴുതിയ സുവിശേഷം മുതൽ യോഹന്നാന് ലഭിച്ച വെളിപാട് വരെയുള്ള ഭാഗങ്ങളുമാണ് ചാക്കോ എഴുതി പൂർത്തീകരിച്ചത്. പുതിയ നിയമം 296 പേജുകളിലും പഴയ നിയമം 1600 പേജുകളിലുമായാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എഴുത്തിനായി 36 പേനകൾ വേണ്ടിവന്നു. എഴുതിയ വാക്യങ്ങളിൽ ഏറെ പ്രത്യാശ പകരുന്ന വാക്യം ഏതെന്ന് ചോദിച്ചാൽ ചാക്കോയ്ക്ക് ഒരു ഉത്തരമേ ഉള്ളൂ. അത് 23-ാം സങ്കീർത്തനത്തിലെ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന വാക്യമാണ്. ഭാര്യ മേരിക്കുട്ടിയും മക്കളായ ജിബിയും നിർമ്മലയുമാണ് ചാക്കോയ്ക്ക് ബൈബിൾ പകർത്തി എഴുതുന്നതിന് പ്രോത്സാഹനം നൽകിയത്. കഠിന പ്രയത്നവും ആഴമേറിയ ആത്മസമർപ്പണവും കൊണ്ട് ഹൃദയാഭിലാഷം സഫലമാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് ചാക്കോ. ബൈബിളിലെ ഓരോ വരികളും പകർത്തി എഴുതുമ്പോൾ വായിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഹൃദയത്തിൽ പതിഞ്ഞതായി ചാക്കോ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഷംഷാബാദ് സഹായമെത്രാൻ മാർ തോമസ് പാടിയത്ത് ചാക്കോയുടെ വീട്ടിലെത്തി കയ്യെഴുത്ത് ബൈബിൾ പ്രകാശനം ചെയ്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.